ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും ഇങ്ങോട്ട് വരല്ലേ. തൃശ്ശൂർ അദ്ദേഹത്തിന് ആരാണ് കുഴിയിൽ കൊണ്ട് ചാടിച്ചതെന്ന് അദ്ദേഹമാണ് പറയേണ്ടത്. അല്ല ഞാനോ സ്നേഹം, എനിക്ക് സ്നേഹം എപ്പോഴും ഉണ്ട്. അയ്യോ ഒരിക്കലും എൻ്റെ ഒരു രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ രണ്ട് ഇതിൽ നിന്നാലും ഞാൻ ഈ നിമിഷം വരെ കെ മുരളീധരൻ എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടാവും. എന്നെ എന്തൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് എൻ്റെ ചേട്ടൻ്റെ സ്വഭാവം അറിയാം. ദേഷ്യം വന്നാൽ എന്ത് പറയും, അച്ഛനെയായാലും അമ്മയിലൊക്കെ പറഞ്ഞു എന്ന് വരും. അത് കഴിഞ്ഞാൽ ആ ഒരു ഇത് കഴിഞ്ഞ ആൾ താഴത്തേക്ക് പോകും. പറഞ്ഞോട്ടേന്നേ, ഞാൻ അനിയത്തിയല്ല. അയ്യോ അത്ര ചീപ്പായിട്ട് അദ്ദേഹം പോവും എനിക്കറിയില്ല. കാരണം അദ്ദേഹം KPC പ്രസിഡൻ്റ് ആയിരുന്ന ആളാണ്, എല്ലാ ഇതിലും ഇരുന്ന ആളാണ്. പിന്നെ അദ്ദേഹത്തിനൊരു വേദന ഉണ്ടാവും. സ്വന്തം നാട്ടിൽ വന്നിട്ട് തോൽപ്പിക്കുക വെച്ചാൽ ഒരു മാന്യമായിട്ട് തോൽപ്പിക്കണ്ടേ. ഇതെന്തൊരു തോൽവിയോ തോൽപ്പിക്കട്ടെ, മൂന്നാമത്തെ ഇലയ്ക്ക് ഇട്ടതാണ്. ഞാൻ അദ്ദേഹത്തിനോട്, ഞാൻ ഈ പ്രസ്ഥാനത്ത് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞതാണ് 2 ദിവസം മുമ്പ്. അന്ന് സഹോദരൻ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ സംസാരിക്കുമായിരുന്നു ഇടയ്ക്ക്. ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും ഇങ്ങോട്ട് വരല്ലേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ അറിയോ, പറഞ്ഞ വാക്ക് അദ്ദേഹത്തിനോട് പോയി ചോദിച്ചോളൂ. നമ്മുടെ അച്ഛനും അമ്മയും അവിടെ കിടക്കുന്നുണ്ട്, ആ അച്ഛനമ്മേനും കൂടി ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയാലോ ഞാൻ എന്ന് ആലോചിക്കണു എന്ന് പറഞ്ഞ ആൾ തൃശ്ശൂർ അദ്ദേഹത്തിന് ആരാണ് കുഴിയിൽ കൊണ്ട് ചാടിച്ചതെന്ന് അദ്ദേഹമാണ് പറയേണ്ടത്, ഞാനല്ല. കാരണം അത് കണ്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. ആൾക്കാരുടെ കാര്യം സൂചിപ്പിച്ചിരുന്നു നേരത്തെ, ഈ ഇലക്ഷൻ തുടങ്ങുന്നതിന് മുൻപ്. ആളുകൾ തന്നെയാണോ ഇപ്പോഴും കൂടെ കാര്യമായിരുന്നു പ്രതീക്ഷിക്കുന്നത്? അല്ല, ഞാൻ ഇതിനൊന്നും ഉത്തരം പറയുന്നില്ല. എന്താ കാരണം അറിയാം? ഒന്ന് നിങ്ങൾ ആ വണ്ടി എടുത്ത് ആ DCC ഓഫീസിൻ്റെ മുമ്പിൽ പോയാൽ ആരൊക്കെയാണെന്നുള്ള അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് കേട്ടെ. ഞാനല്ലല്ലോ പറഞ്ഞു, കോൺഗ്രസ്സുകാരല്ല ചെയ്തത്, ഞാനല്ല ചെയ്തത്. ഞാനൊന്നും അറിഞ്ഞിട്ടുമില്ല. ആയിരിക്കുമല്ലോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ എല്ലാ കോൺഗ്രസ്സുകാരൊന്നും മോശമെന്ന് ഞാൻ പറയില്ല. നല്ല ആളുകളുണ്ട്, സ്നേഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഒരു വിഭാഗത്തിൻ്റെ കയ്യിലാണ് ഇപ്പം അധികാരം. അവരാണ് തീരുമാനിക്കുന്നത് ആരിവിടെ വരണം, ആര് ജയിക്കണം, എങ്ങനെ ഞങ്ങൾ പ്രവർത്തിക്കണം എന്നൊക്കെ തീരുമാനിക്കണം അവരാണ്. അതെ. തൃശ്ശൂരിലേക്ക് കെ മുരളീധരൻ വന്നപ്പോൾ വിയർപ്പൊപ്പി കൊടുത്തവരും ഏതാ വിയർപ്പൊപ്പി കൊടുക്കുന്നതും വളരെ ശ്രദ്ധേയമായിരുന്നു. ഞാൻ പറയട്ടെ, അങ്ങനെ പറയുകയാണെങ്കിൽ ഒരാളെ മാത്രമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരാളുടെ കീഴിലായിരിക്കുമല്ലോ. പിന്നെ ഉമ്മ വയ്ക്കണതും വേർപ്പൊപ്പി കൊടുക്കണം മോശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും ആൾക്കാർ വരുമ്പോൾ നമ്മളായാലും വേർപ്പുണ്ടെന്ന് ബോധം കെട്ട് പോയി ഒന്ന് തുടച്ച് കൊടുക്കും. ആ തുടച്ച് കൊടുക്കണ വേറെ ഉദ്ദേശത്തിലാവരുതെന്ന് മാത്രമേ ഉള്ളൂ. ആ തലമുറ മാറിയല്ലോ. ആ തലമുറയുടെ കൂടെ നിന്നിരുന്ന കുറേ ആളുകളുണ്ട്. അത് അവരും മുഴുവൻ എന്ന് പറയാൻ പറ്റില്ല. അതിലും ഉണ്ടായിരുന്നു കുറേ ആളുകൾ. ആ ആളുകളും വേറെ പുതിയ ആളുകൾ വന്നവർ എല്ലാവരും കൂടി ചേർന്ന് ഇപ്പോൾ ഒരു കമ്പനിയായിരുന്നു. അപ്പോൾ അവരെല്ലാം കൂടിയിട്ടാണ് ഇത് ചെയ്യും എന്നും എനിക്കറിയായിരുന്നു. അങ്ങനെ പറയാൻ പറ്റില്ല. കെ കരുണാകരൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നല്ലേ 35 കൊല്ലം MLA ആയിരുന്നത്. മാള ഈ ടൗൺ ഒഴിച്ച് ബാക്കി എവിടെ പോയാലും വലിയൊരു കുഴപ്പം ഇല്ല ശരിക്കും പറഞ്ഞു. അല്ല അല്ല അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ വിഷമം മനസ്സിലാക്കാം. കാരണം സ്വന്തം സ്ഥലത്ത് വന്ന് ഇത്രയും ഒരു ദയനീയമായിട്ടുള്ളൊരു തോൽവി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനുള്ള വിഷമം അത് നമുക്ക് എല്ലാവർക്കും, എനിക്കിപ്പോൾ ഒരു സഹോദരി എന്നുള്ള നിലയ്ക്കല്ല, അല്ലെങ്കിലും എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ അദ്ദേഹം മറ്റേ ഈ പറഞ്ഞ മാതിരി രാശിയില്ലാത്ത സ്ഥലം എന്ന് എനിക്ക് ഒരിക്കലും തൃശ്ശൂരിനെ പറ്റി തോന്നിയിട്ടില്ല. ആണ്, അത് ശരിയാണ്. പക്ഷേ അത് രാശിയില്ലാത്തത് തൃശ്ശൂരിനല്ല, തൃശ്ശൂരത്തെ കുറേ ആളുകളുണ്ട്. അവരുള്ളിടത്തോളം കാലം തൃശ്ശൂർ രാശിക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഇവരെ പറ്റിയൊക്കെ പറഞ്ഞു തീർന്ന് എനിക്ക് ഇനി സത്യം പറഞ്ഞാൽ ഇല്ല. അല്ല, ഞാൻ അതൊക്കെ തുറന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഈ രണ്ടാമത് ആ പേര് പറയാൻ പോലും എനിക്ക് മടിയാണ് സത്യം പറയുകയാണെങ്കിൽ. ഈ തോൽവിയിൽ അദ്ദേഹത്തിന് മാത്രം ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട്, നിങ്ങൾ രാഷ്ട്രീയം അറിയുന്ന ആൾക്കാരിൽ ഒരു വിഭാഗത്തിൻ്റെ സപ്പോർട്ട്
UDFനെ എല്ലാ സ്ഥലത്തും ഞാൻ പറഞ്ഞില്ലേ, ഈ രാഷ്ട്രീയം പറഞ്ഞ് പേടിപ്പിച്ചിട്ട്, മോദിജിയുടെ പേര് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഉള്ളൊരു വിഭാഗം, അവർ ശക്തമായിട്ടുള്ള ഒരു ഏരിയയിൽ പോലും എന്തുകൊണ്ട് കെ മുരളീധരന് ഭൂരിപക്ഷം കിട്ടിയില്ല? ആ കമ്മ്യൂണിറ്റി ഇവിടെ ആരുടെ കയ്യിലാണ്? കോൺഗ്രസിൻ്റെ.